വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. തമിഴ് സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ വിലപിടിപ്പുള്ള രണ്ട് താരങ്ങളാണ് സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തും ദളപതി വിജയും. രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നുള്ള തരത്തിൽ പലപ്പോഴും വാർത്തകൾ പുറത്തേക്ക് വരാറുണ്ട്. വ്യത്യസ്തമായ മാസ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് രജനീകാന്തും അതേപോലെ തന്നെ രജനീകാന്തിനൊപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരുപടി മുന്നിലായി ഇപ്പോൾ വിജയും തങ്ങളുടെ സിനിമകളിൽ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് അറിയപ്പെടുന്നത് തന്നെ വസൂൽ കിങ് എന്നാണ്. അതായത് രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴകത്ത് പണം വരുന്ന ചിത്രങ്ങൾ വിജയുടേതായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ രജനീകാന്തിനേക്കാൾ കവച്ചു വെച്ച് രജനീകാന്തിനേക്കാൾ കൂടുതൽ പ്രതിഫലവും രജനീകാന്തിനെ കടത്തിവെട്ടുന്ന കളക്ഷനുമായിട്ടാണ് വിജയ് ചിത്രങ്ങൾ മുന്നേറുന്നത്. കഴിഞ്ഞ വർഷത്തെ രജനീകാന്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റായ സിനിമയായിരുന്നു ജയിലർ. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാക്ക കഴുകൻ കഥ രജനീകാന്ത് പറയുകയുണ്ടായി. ഇത് വിജയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ വ്യാപകമായ രീതിയിൽ ഒരു പ്രചരണം നടന്നിരുന്നു. രജനീകാന്ത് വിജയിയെ പരിഹസിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ വിജയ്ക്കെതിരായി പറഞ്ഞതാണ് ഈ കഥ എന്നുള്ള രീതിയിൽ ഭയങ്കരമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. വിജയ് ആരാധകരും രജനി ആരാധകരും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നിരുന്നു. ഇതേ സംഭവം വിജയ് നായകനായ ലിയോ സിനിമയുടെ റിലീസ് സമയത്തും ഈ കഥ ഇങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു. രജനി ആരാധകരും വിജയ് ആരാധകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രീതി വരെ ഉണ്ടായി. എന്നാലിപ്പോൾ ഇതിനൊക്കെ അറുതി വരുത്തുന്ന ഒരു പ്രസ്താവന നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് രജനീകാന്ത് പറയുന്നത് തനിക്ക് ഒരിക്കലും വിജയിയോടെ ഒരു മത്സരമില്ല. താൻ ജയിലർ സിനിമയുടെ സമയത്ത് പറഞ്ഞ കഴുകൻ കാക്ക കഥ വിജയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിലും ചില വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകൾ വന്നിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമവും പ്രയാസവും ഉണ്ടാക്കി. ഞാൻ വിജയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വിജയ് എനിക്കെൻ്റെ സഹോദരനെ പോലെയാണ്. എന്നെ കൺമുന്നിൽ വളർന്ന നടനാണ് വിജയ്. അദ്ദേഹത്തോട് എനിക്ക് ഒരിക്കലും ഒരു മത്സരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്കൊരു എതിരോ ഇല്ല എന്നാണ് രജനീകാന്ത് പറയുന്നത്. രജനീകാന്ത് ഇത് പറഞ്ഞതോടുകൂടി ഇവരുടെ ഈ വിവാദം അവസാനിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. രജനീകാന്ത് തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലാൽ സലാം, തൻ്റെ മകൾ ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ലാൽ സലാമിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്താണ് വിജയെക്കുറിച്ചുള്ള ആ പരാമർശങ്ങളിൽ അദ്ദേഹം ക്ലാരിറ്റി വരുത്തി രംഗത്തെത്തിയത്. വിജയെക്കുറിച്ച് താൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങളിൽ ക്ലാരിറ്റി വരുത്തി രംഗത്തെത്തിയത്. രജനീകാന്ത് പറയുന്നത് ഇങ്ങനെയാണ്: വിജയ്, ഞാൻ എൻ്റെ ധർമ്മത്തിൻ തലവൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിജയ്ക്ക് 10-13 വയസ്സാണുള്ളത്. അന്ന് വിജയുടെ അച്ഛൻ എസ്.എ. ചന്ദ്രശേഖർ, സംവിധായകനായ അന്നത്തെ പ്രമുഖ സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് എസ്.എ. ചന്ദ്രശേഖർ. അദ്ദേഹം സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്ന സമയത്ത് വിജയുമായി എൻ്റെ അടുത്ത് വരും. വിജയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കൂ, എന്നിട്ട് സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് ഞാൻ വിജയെ ഉപദേശിച്ചിരുന്നു. അതേപോലെ തന്നെ വിജയ് തൻ്റെ 18-ാമത്തെയോ 19-ാമത്തെയോ വയസ്സിലാണ് സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവും അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ത്യാഗവും കൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്പർ 1 നടനായി മാറിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരുവിധ മത്സരവുമില്ല. അദ്ദേഹം എപ്പോഴും പറയും അദ്ദേഹം ഒരു മത്സരാർത്ഥിയാണെന്ന്. ഞാനും അതേപോലെ തന്നെ ഒരു മത്സരാർത്ഥി മാത്രമാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ ഒരു മത്സരവുമില്ല. വിജയ് ചിത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ സഹോദരപുത്രനെ പോലെയാണ് വിജയ്. ഒരിക്കലും കാക്ക കഴുകൻ കഥ ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുന്നു. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെയാണ് രജനീകാന്ത് പറയുന്നത്. ഇതോടുകൂടി രജനീകാന്തും വിജയ് തമ്മിലുള്ള ഒരു തർക്കത്തിന്, അല്ലെങ്കിൽ വിജയ് ഫാൻസും രജനീകാന്ത് ഫാൻസും തമ്മിലുള്ള ഒരു തർക്കത്തിന് അന്ത്യമായി എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചില വിജയ് ആരാധകർ ഈ പുതിയ രജനീകാന്തിൻ്റെ പ്രസ്താവനയും വിവാദമാക്കി മാറ്റുന്നുണ്ട്. അവർ പറയുന്നത് രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലാൽ സലാമിൽ വിജയുടെ അമ്മയുടെ സഹോദരി പുത്രനായ, അതായത് വിജയുടെ അനുജനായ വിക്രാന്തും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് ആരാധകരെ കൂടി തണുപ്പിച്ച് കൂടെ നിർത്തേണ്ടത് തൻ്റെ ആവശ്യമാണ് ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് രജനീകാന്ത് ഇങ്ങനെ പറയുന്നതെന്നാണ് ഇപ്പോൾ വിജയ് ആരാധകർ പറയുന്നത്. വിജയുടെ അമ്മയുടെ സഹോദരി പുത്രനാണ് വിക്രാന്ത് സിനിമയിൽ നായകനായിട്ടൊക്കെ അരങ്ങേറ്റം കുറിച്ചിരുന്നെങ്കിലും വിജയെപ്പോലെ ഒരു താരമായി മാറാൻ വിക്രാന്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാമിൽ തമിഴകത്തെ യുവതാരങ്ങളായ വിഷ്ണു വിശാലും വിക്രാന്തും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു കാമിയോ റോളിലാണ് ഈ സിനിമയിൽ രജനീകാന്ത് എത്തുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമയാണ് ലാൽ സലാം എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അതുപോലെ തന്നെ A.R. റഹ്മാൻ്റെ മികച്ച ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ലാൽ സലാം. ഇപ്പോൾ തന്നെ തേർ തിരുവിഴ എന്ന് പറയുന്ന ഒരു ഗാനം വളരെ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. അതായത് ലാൽ സലാമിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രജനീകാന്ത് ആരാധകർ എല്ലാവരും ഇപ്പോഴുള്ളത്. ജയിലറിന് ശേഷം വരുന്ന ലാൽ സലാം മികച്ച വിജയം നേടുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. അതേപോലെ തന്നെ വിജയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ തർക്കം, അല്ലെങ്കിൽ അദ്ദേഹവും വിജയും തമ്മിലൊരു മത്സരമുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ
രജനീകാന്തിൻ്റെ ഫാൻസ് സന്തോഷവാന്മാരാണ്. വിജയകാന്തിൻ്റെ ഫാൻസിൽ ചിലർ അതൊരു നേട്ടത്തിന് വേണ്ടി രജനീകാന്ത് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ തമിഴ് ഇൻഡസ്ട്രി മുഴുവൻ ഒരു സന്തോഷത്തിലാണ്. കാരണം ഇന്ത്യൻ സിനിമയിലെ തന്നെ നമ്പർ 1 താരങ്ങൾ, ലോകം മുഴുവൻ ആരാധകരുള്ള, ഇറങ്ങുന്ന സിനിമകൾ കൂടി കോടികൾ കൊയ്തെടുക്കുന്ന തമിഴകത്തിൻ്റെ സിനിമ ബോക്സ് ഓഫീസിലെ കിങ്ങുകളായ രജനീകാന്തും വിജയും തമ്മിലൊരു സൗഹൃദത്തിൽ തന്നെ പോകുന്നതാണ് സിനിമാ രംഗത്തിനും നല്ലത്. അവർ തമ്മിലൊരു മത്സരം ഒരിക്കലും ആരാധകർ പരസ്പരം പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അവരുടെ ഒരു ഒത്തൊരുമ തന്നെ മുന്നോട്ടുണ്ടാവണം. അവർ തമ്മിൽ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പോലും ആഗ്രഹിക്കുന്ന ആളുകൾ നിരവധിയാണ്. എന്തായാലും അങ്ങനൊരു ആരാധകരുടെ ആഗ്രഹമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ വിജയ് ചിത്രങ്ങളും രജനീകാന്ത് ചിത്രങ്ങളും മികച്ച വിജയം നേരട്ടെ. ഇത് ഗോട്ട് എന്ന സിനിമയാണ് ഇനിയിപ്പോൾ വിജയുടേതായി പുറത്തേക്ക് വരാനുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി ഡംപിങ്ങിനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിജയുടെ സിനിമയ്ക്ക് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ലാൽ സലാം, ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാമിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ലാൽ സലാമിൻ്റെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് BJPയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുന്നതിനെക്കുറിച്ച് വളരെ വികാരധീനയായി ഐശ്വര്യ പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛനൊരു സംഖ്യയല്ല, അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയതും നരേന്ദ്രമോദിയും ഒക്കെ ആയിട്ടുള്ള അടുപ്പമൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനൊരു സംഖ്യയാണെന്ന്. പക്ഷേ എൻ്റെ അച്ഛനൊരു സംഖ്യയല്ല, അദ്ദേഹം വളരെ മനുഷ്യത്വമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ലാൽ സലാം പോലൊരു സിനിമയിൽ അഭിനയിപ്പിച്ചത് എന്നൊക്കെ ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ണു നിറഞ്ഞിരിക്കുന്ന രജനീകാന്തിനെയും കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതിലും ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നത് അപ്പോൾ സംഖ്യയായാൽ മനുഷ്യത്വമില്ലാത്ത ആളെന്നാണോ ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞു വെക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് സുഹാസിനി തൻ്റെ മകൻ ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, എൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആയതിൽ താൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനെയും ചേർത്ത് വെച്ച് ചില കമൻറ്റുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. എന്ത് തന്നെയായാലും എക്കാലത്തും വിജയ് രജനീകാന്ത് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള വിവാദങ്ങളും ഇതുപോലുള്ള ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ലാൽ സലാമും ഇത് ഗോട്ടും ഒക്കെ മികച്ച വിജയം നേടിയെടുക്കട്ടെ എന്ന് ആരാധകർക്കൊപ്പം നമുക്കും പറയാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.